ഗോപാലനും ഗിരിയേട്ടനും അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നവരെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരും. സാരമില്ല, ഗോപാലിന്റെ മുന്നിൽ വെച്ച് പരസ്പരം വഴക്കുകൂടരുതെന്ന ചിന്ത നിനക്കുണ്ടായല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ മഹിമ ഇപ്പോഴും കളത്തിന് വെളിയിലാണ്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. നീ പായസം കുറച്ചല്ലേ കഴിച്ചോളൂ, ഞാൻ കൊണ്ടുവരാം. നീ ഗോപാലന്റെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? അതിന് മഹിമ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, മഹിമയ്ക്ക് ലെഡ്ജർ കൊണ്ട് ഉപകാരം ഉണ്ടായില്ലേ? വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ മോഷണം നടക്കില്ല എന്ന് ഗോപാൽജി പറഞ്ഞു. ഒരു ഘട്ടത്തില് ഗോപാൽജിക്ക് എന്നെ സംശയം തോന്നി. എന്നിട്ട് രക്ഷപ്പെടാൻ എന്റെ മുന്നിൽ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മഹിമയെ സഹായിച്ചത് ഗിരീട്ടനാണെന്ന് പറഞ്ഞു. ഗോപാൽജി അത് വിശ്വസിക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ചേട്ടനെ ബലിയാടാക്കാണോ വേണ്ടത്? ഗിരീട്ടിന് ഗോപാൽജിക്ക് നല്ല പേടിയാ. ഏട്ടനെതിരെ ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഗോപാൽജിക്ക് ഉണ്ടാവില്ല. ഇനി എങ്ങാനും എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് മഹിമയുടെ ഉദ്ദേശത്തെ സഹായിക്കും. എങ്ങനെ? ചേട്ടനും ഗോപാൽജിയും തമ്മിൽ ഉടയ്ക്കാ പിന്നെ അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയാൻ ഗിരീട്ടൻ സമ്മതിച്ചെന്ന് വരും. അങ്ങനെ സംഭവിച്ചാ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ശാലിനിയും ചാച്ചുവും കൂടി ഞാനാണ് ഗോപാൽജി ഒറ്റിയതെന്ന് അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഒന്ന് മനസ്സ് വച്ചാൽ നമുക്ക് ആ ധാരണ തകർക്കാം. അതെങ്ങനെ? നീ എന്നെ ഒരൊറ്റ അടി അടിച്ചാ മതി.